ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഡേ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു വിശ്വസിക്കുകയാണ്. സോ അപ്പം ഇന്ന് എന്താ പറയുക, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ ലെവൽസ് എക്സാക്ട്ലി മാർക്കറ്റ് ഫോളോ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. 26,000 ആ ഒരു ഹൈയിൽ ഇന്ന് വെള്ളിയാഴ്ചത്തെ ഡേ ഹൈയിൽ ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ സെല്ലേഴ്സ് അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. ആൻഡ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡേ ഹൈക്കും ലാസ്റ്റ് വെള്ളിയാഴ്ചത്തെ ഡേ ഹൈക്കും ഡേ ലോയ്ക്കും ഇടയിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവസാനത്തെ 15, 30 ആൻഡ് ഒരു 45 മിനിറ്റ്സ് മാർക്കറ്റിംഗ് ഒരു ബൈയിങ് പ്രഷർ അവസാന നിമിഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കിവിടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ വരച്ചിരുന്ന ഈ സോൺ തന്നെ ആക്ട് ചെയ്തു. ആൻഡ് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? അവസാനത്തെ ഒരു ഹാഫ് അവേഴ്സിന് മുകളിൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. 25,820 നിന്നും 25,965 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറിപ്പോയിരുന്നു. സോ ഒരു എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു ടോട്ടലി ഉള്ളത്. അപ്പം അതേ ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിരുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ട് കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ, ഒരു 15 മിനിറ്റ് ചാർട്ട് നമുക്കിടാം. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ അതേ ലെവൽസ് കീപ്പ് ചെയ്ത് നിന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം അല്ലേ. മാർക്കറ്റ് ഇന്ന് എന്താണ്, ഈ ഒരു ഏരിയയിൽ പോകുന്നു, തിരിച്ച് സെല്ലിംഗ് പ്രഷർ വരുന്നു. ആൻഡ് നമ്മുടെ ഡിമാൻഡ് ഏരിയയ്ക്ക് മുകളിലായിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിന്നു. ശേഷം അവസാന മണിക്കൂറുകളിൽ മാർക്കറ്റ് ഒരു ബൈയിങ് പ്രഷർ തരികയാണ് ഉണ്ടായത്. സോ അത് നോക്കുകയാണെങ്കിൽ തന്നെ 57,980 നിന്നും 58,301. സോ ഒരു റിക്കവറി തരുന്നു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ ആൻഡ് മാർക്കറ്റ് നമ്മുടെ ഡിമാൻഡ് ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്, ഒരു സപ്ലൈ സോണിൽ നിൽക്കുകയാണ്. സോ നാളെ എന്തായിരിക്കും എന്നുള്ളത് രണ്ട് പോസിബിലിറ്റിയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് ഒറ്റ ഫോളോ ആയിരിക്കും നാളെ താഴോട്ട് വരുന്നത്, അല്ലാത്ത പക്ഷം ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. ബട്ട് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട് എനിക്ക്. കാര്യം മേ ബി ഈ ലിക്വിഡിറ്റി എടുത്ത ശേഷം നാളെ ഒറ്റ ഫോള് താഴത്തേക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ ആ ഒരു ഭയം എനിക്കുണ്ട്. മേ ബി നമുക്ക് എന്താ പറയുക, ഒരു വേറെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി മോസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഈ ഒരു ഏരിയയും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ഫോള് തന്ന് കയറി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമുക്ക് നാളെ വാച്ച് ചെയ്യാം. ഇപ്പോൾ നാളത്തെ രാവിലെ ഞാൻ കൂടുതൽ ലെവൽസ് ഇൻട്രാഡേ ലെവൽസും കൂടെ രാവിലത്തെ പ്രീ മാർക്കറ്റ് ഷോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോട്ടൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, SBI ലൈഫ് ഇൻഷുറൻസ്, L&T ആൻഡ് ഹിൻഡാൽകോ. ഇത്രയും സ്റ്റോക്സ് ആണ് നമുക്ക് ഇന്ന് പോസിറ്റീവില് പോകുന്നത്. സ്റ്റീൽ സ്റ്റോക്സ് ആണ് മെയിൻലി ഇന്ന് അപ്സൈഡ് പോയത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം 1, 2, 3, 4 മൂന്നോളം സ്റ്റീൽ സ്റ്റോക്സ് ആണ് ഇന്ന് ടോപ്പ് 5 ഗെയിനേഴ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സോ സ്റ്റീൽ സ്റ്റോക്സ് പൊതുവെ ഇതായിരുന്നു. നമ്മളും സ്റ്റീൽ സ്റ്റോക്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ അറിയാം, ഹിൻഡാൽകോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നല്ലൊരു റൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്തത് ടാറ്റ സ്റ്റീൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇന്ന് നല്ലൊരു റൺ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൺസോളിഡേറ്റ് ചെയ്ത ശേഷമാണ് ടാറ്റ സ്റ്റീലൊക്കെ നല്ല റണ്ണിങ് തന്നത്. സോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, നമ്മൾ മാക്സിമം ഈ ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അടുത്തിനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഒബ്രിയോ റിയാലിറ്റി, ഞാനൊരു സ്റ്റോക്ക് എൻ്റെ ഫോക്കസിലുണ്ട് കേട്ടോ. ഒബ്രിയോ റിയാലിറ്റി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും ഒബ്രിയോയിൽ. അപ്പോൾ ഒബ്രിയോ റിയാലിറ്റി ഞാൻ കുറച്ച് ദിവസമായിട്ട് വാച്ച് ചെയ്യുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒബ്രിയോ റിയാലിറ്റി ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. നല്ലൊരു 2395 റേഞ്ചിൽ പോയ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ബേസ് ഉണ്ടാക്കി, ഏത് ഏരിയയിലാണ് 1566 എന്നുള്ള ഏരിയയിൽ ബേസ് ഉണ്ടാക്കിയ ശേഷം ഒബ്രിയോ റിയാലിറ്റി ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് മാർക്കറ്റ് റീടെസ്റ്റ് പോസിബിലിറ്റിയോടെ നിൽക്കുകയാണ്. സോ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 1650 മുകളിൽ ഒബ്രിയോ റിയാലിറ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും. സോ വരുന്ന ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട ശേഷം മാത്രമേ ഞാൻ തീരുമാനം എടുക്കത്തുള്ളൂ ഒബ്രിയോ റിയാലിറ്റിയുടെ കാര്യം. അടുത്ത് ഞാൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരു സ്റ്റോക്ക് സിയാറ്റ് ആണ്. സിയാറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മോസ്റ്റ്ലി ഒരു നല്ല എത്ര % നല്ല റിസൾട്ടിന് പുറമെ മോസ്റ്റ്ലി ഒരു 29-30% അപ്സൈഡ് പോയ ശേഷമാണ് ഡൗൺ സൈഡ് വന്നത്. നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് വന്നു. ആൻഡ് ഇത് റീടെസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് നാളെയും കൂടെ ഈ ട്രേഡിംഗ് എങ്ങനെ പോകുന്നു എന്ന് തീരുമാനിച്ച ശേഷമായിരിക്കും സിയാറ്റിൽ ഞാൻ എൻട്രി എടുക്കുക. സോ ഒരു നല്ല പ്രോപ്പർ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പിലാണ് സിയാറ്റിൽ നിൽക്കുന്നത്. സോ നിങ്ങൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്
രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഈ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 140 റേഞ്ചിന് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അതിന്റെ RCF എന്താ നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 150ക്ക് മുകളിൽ ക്ലോസ് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് നോക്കുന്നത്. അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 6 to 7% മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ RCF ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ എൻട്രിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും സ്റ്റോക്സ് ആണ് ബേസിക്കലി ഞാൻ വച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ കൂടെ ശ്രീ പുഷ്കർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന സ്റ്റോക്കും അറിയാം. ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ആ ബ്രേക്ക്ഔട്ട് സോണിൽ തന്നെ നിന്ന് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ 421 ആണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ ഒരു 13 to 15% മൂവ്മെന്റ് ഇനി പെൻഡിങ് ഉണ്ട് ശ്രീ പുഷ്കറിൽ. അപ്പോൾ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ എല്ലാവരും ഈ ശ്രീ പുഷ്കർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കും കൂടെ ഒന്ന് പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സും ഡിസ്കസ് ചെയ്യാവുന്നതാണ് വരുന്ന വീഡിയോസിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ ഇത്രയും സ്റ്റോക്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നാളെ കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത സ്റ്റോക്സ് രാവിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.